ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കുവൈത്തിലെ ഫാമിലി വിസയും വിസിറ്റിംഗ് വിസയും കുറിച്ചാണ്. ഇപ്പോൾ ഗവൺമെന്റ് ഒരു ബ്രൗഷർ തയ്യാറാക്കിയിട്ടുണ്ട്. ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത്, അല്ലാത്ത പക്ഷം സബ്മിറ്റ് ചെയ്യുന്ന എല്ലാ അപേക്ഷകളും അവര് നിരസിക്കുമെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ബ്രൗഷർ എന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് ആയിട്ട് ആവശ്യപ്പെടുന്നത് അവർ ബന്ധുത്വം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. നമ്മൾ ആരെയാണോ കൊണ്ടുവരുന്നത് അവരുമായിട്ടുള്ള ബന്ധുത്വം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഒരാളെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കുവൈറ്റ് എംബസി അറ്റസ്റ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ കുവൈത്തിന്റെ ഫോറിൻ അഫയേഴ്സിന്റെ അപ്രൂവലും പാസ്പോർട്ടിന് 6 മാസത്തേക്കുള്ള വാലിഡിറ്റിയും വേണം. രണ്ടാമതായിട്ട് സ്പോൺസറിന്റെ ഒറിജിനൽ ഫോൺ നമ്പർ വേണം. ഇവിടുത്തെ അവർക്ക് എപ്പോഴും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒറിജിനൽ ഫോൺ നമ്പർ നമ്മൾ കൊടുക്കണം. അതുപോലെ സ്പോൺസറിന്റെ വർക്ക് പെർമിറ്റിന്റെ കോപ്പി കൊടുക്കണം. സ്പോൺസറിന്റെ ഇവിടുത്തെ പെർമനന്റ് അഡ്രസ് വിത്ത് സിവിൽ ID കോപ്പി. പിന്നെ സ്പോൺസർ ഒരു അപേക്ഷ സൈൻ ചെയ്ത് കൊടുക്കണം. പിന്നീട് അവർക്ക് വേണ്ടത് ജോബ് വിസയിലോട്ട് മാറ്റത്തില്ല എന്ന് സ്പോൺസർ എഴുതി സൈൻ ചെയ്ത് കൊടുക്കണം. പിന്നീട് മെയിൻ ആയിട്ട് അവർ പറയുന്ന ഫ്ലൈറ്റ് ടിക്കറ്റിനെ കുറിച്ചാണ്. കുവൈറ്റ് എയർവേസ് അല്ലെങ്കിൽ അൽ ജസീറ എയർവേസ് ഈ 2 ഫ്ലൈറ്റ് ടിക്കറ്റ് അല്ലാതെ ഈ നമ്മൾ വേറെ ഏതെങ്കിലും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർ ആ അപേക്ഷ സ്വീകരിക്കുകയും ചെയ്യത്തില്ല. ആ ആൾക്ക് ഇവിടെ പ്രവേശിക്കാൻ പറ്റത്തുമില്ല. അപ്പം അവർ പറയുന്നത് ഈ 2 ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രമേ നമ്മൾ ബുക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. ഇതൊക്കെയാണ് അവരുടെ പുതിയ റൂൾസ്, അവർക്ക് വേണ്ട സർട്ടിഫിക്കറ്റുകളൊക്കെ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് അവർ പറഞ്ഞതനുസരിച്ച് എല്ലാ സർട്ടിഫിക്കറ്റുകളും സബ്മിറ്റ് ചെയ്ത് നിങ്ങളുടെ ഫാമിലിയിൽ കൊണ്ടുവരിക. അപ്പൊ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം വിഷ് യു വെരി ഓൾ ദി ബെസ്റ്റ്. അപ്പം താങ്ക് യു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ.